കല്യാണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. യേശുവും ശിഷ്യന്മാരും കാനാവിലെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. യേശുക്രിസ്തു എന്റെ മിനിസ്ട്രി തുടങ്ങി. ശിഷ്യന്മാര് ഓരോരുത്തരെയായി വിളിച്ച് 5 ശിഷ്യന്മാര് ആയിരുന്നു. ആ സമയം വരെ 5 ശിഷ്യന്മാരാണ് യേശുക്രിസ്തുവിന് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കർത്താവ് മിനിസ്ട്രി കഴിഞ്ഞ് ഭവനത്തില് വന്നപ്പോ അമ്മയും വീട്ടിലുള്ള സഹോദരന്മാരും അമ്മയും ഈ വിവാഹത്തിന് പോയിരിക്കുകയായിരുന്നെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പോ ഈ വിവാഹം മറിയയുടെ ഒരു കസിന്റെ മകന്റെ കല്യാണമായിരുന്നു. മറിയയുടെ കസിനിൽ ഒരാളായിരുന്ന അൽഫിയസിന്റെ മകന്റെ വിവാഹമായിരുന്നത്. അൽഫിയസ്, ALPHEOUS, അൽഫിയസ്, ALPHEOUS, അൽഫിയസ്. അൽഫിയസിന്റെ മകന്റെ കല്യാണമായിരുന്നു. അത് മറിയയുടെ കസിനായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന അറിവ്. അപ്പോ മറിയയ്ക്ക് അവിടെ ഒരു സ്ഥാനം എന്താണെങ്കിലും ഉണ്ടായിരുന്നു. അപ്പൊ വലിയ ധനാഠ്യന്റെ വീടൊന്നും അല്ലായിരുന്നു, ഒരു സാധാരണക്കാരന്റെ വീടായിരുന്നു വിവാഹം നടന്നിരുന്നത്. അപ്പോ വളരെയധികം ആളുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ ഒരു വിവാഹം. അങ്ങനെ ഓരോരുത്തരും വിവാഹത്തിന് കടന്നു ചെല്ലുന്ന എല്ലാവരും ഒരാൾക്ക് കഴിക്കാനുള്ള വീഞ്ഞെങ്കിലും കൊണ്ടുപോയി ചെല്ലണം. ഒരു ചെറിയ അളവ് വീഞ്ഞ് മാത്രമാണ് എല്ലാവർക്കും വിളമ്പുമായിരുന്നുള്ളൂ. വീഞ്ഞ് അധികം കഴിച്ച് എന്താ പറയണ മത്തരാകുന്ന രീതിയിലൊന്നും വീഞ്ഞ് കൊടുക്കില്ല. അല്പം വീഞ്ഞ് മാത്രം അവരുടെ വിവാഹങ്ങളിൽ കൊടുക്കുമായിരുന്നുള്ളൂ. അപ്പോ ഇവര് ഈ മിനിസ്ട്രി ഒക്കെ കഴിഞ്ഞ് ഭവനത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ യേശുവിന് പോകേണ്ടി വന്നു. വീഞ്ഞൊന്നും എടുക്കുവാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു ശിഷ്യന്മാരും യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ശിഷ്യന്മാരും അതുപോലെ തന്നെ വീഞ്ഞൊന്നും എടുക്കാതെ പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്. ശിഷ്യന്മാരെ വിളിക്കുവാനുള്ള കാരണം ആ നാട്ടുകാരായതുകൊണ്ടാണ് ശിഷ്യന്മാരെ വിവാഹത്തിന് വിളിച്ചിരുന്നത്. യേശുവിന്റെ ശിഷ്യൻ എന്ന നിലയിലല്ല ആ വിവാഹത്തിന് ശിഷ്യന്മാരെ വിളിച്ചിരുന്നത്. അങ്ങനെ അവര് വിവാഹത്തിന് ഭവനത്തിൽ ചെല്ലുന്നു. അപ്പോ വിരുന്നുവാഴിയാണ് ഈ ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അങ്ങനെ വീഞ്ഞ് തീർന്നു പോയിപ്പോ ഇവര് വീഞ്ഞ് കൊണ്ടുപോയില്ലല്ലോ. വീഞ്ഞ് കൊണ്ടുപോകാതെ വന്നപ്പോ അവര് വിരുന്നുവാഴിക്ക് അറിയാം ആരെല്ലാമാണ് വീഞ്ഞു കൊണ്ട് വരുന്നത് എന്നുള്ള കാര്യം വിരുന്നുവാഴിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോ മറിയ ഓടിച്ചെന്നിട്ട് യേശുവിനോട് പറയുകയാണ്, ഇവിടെ വീഞ്ഞില്ല എന്നുള്ള കാര്യം പറയുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന ആദ്യത്തെ അത്ഭുതം അവിടെ നടക്കുകയാണ്. അത് മാത്രമല്ല, ഈ പോരായ്മ പരിഹരിച്ച് ആ ഭവനത്തിനൊരു സന്തോഷം വരുത്തുക കൂടി എന്നുള്ള ഒരു ഉദ്ദേശം കൂടി യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. അപ്പോ ഈ വീഞ്ഞ് തീർന്നു പോയി കഴിഞ്ഞപ്പോ മറിയ വന്നിട്ട് യേശുവിനോട് പറയുമ്പോ നമ്മുടെ മലയാളം ബൈബിളിലൊക്കെ ഇങ്ങനെ കാണാം, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്. ചിലതിൽ കാണാം എനിക്കും നിനക്കും തമ്മിൽ ഇതിലെന്ത്, എനിക്കും നിനക്കും ഇതിലെന്ത്. അങ്ങനെയൊക്കെയുള്ള വേഴ്സൺസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ യേശുക്രിസ്തു ഒരിക്കലും മറിയമ്മനെ സ്ത്രീ എന്ന് വിളിക്കുന്നില്ല. അവിടെ ഗുനായ് എന്നാണ്, നമ്മൾ ഗ്രീക്ക് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഗുനായ് എന്നാണ് അമ്മയെ യേശു വിളിക്കുന്നത്. ഗുനയ എന്ന വാക്കിന്റെ അർത്ഥം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ബഹുമാനം എന്ന് പറയുന്നത് ഒരു രാജ്ഞിയേക്കാൾ അധികമായിട്ടുള്ള ഒരു ബഹുമാനത്തോടു കൂടിയാണ്
യേശു ക്രിസ്തു അമ്മയോട് പെരുമാറിയിരുന്നതും അമ്മയോട് സംസാരിച്ചിരുന്നതും എല്ലാം. അത്രയേറെ ബഹുമാനം അമ്മയ്ക്ക് കൊടുത്തിരുന്നു. അത് മാത്രമല്ല, നമ്മൾ സാധാരണയായി പറയുന്ന പോലെ ഒരു ആൺകുഞ്ഞിന് അമ്മയുമായിട്ട് എന്താ പറയണേ, ഇങ്ങനെ സാധാരണ പറയും പെൺകുഞ്ഞുങ്ങളെക്കാൾ അധികം അമ്മയായിട്ടുള്ള ആ ഒരു ചേർന്ന് നടപ്പും കാര്യങ്ങളും എല്ലാം അമ്മയുടെ കൂടെ ആൺകുഞ്ഞുങ്ങളായിരിക്കും എന്ന് ഇങ്ങനെ പറയും. അതുപോലെ തന്നെയായിരുന്നു യേശുക്രിസ്തുവും അമ്മയും തമ്മിലുള്ള ആ ഒരു ബന്ധം. അത്രയേറെ ഒരു ബന്ധത്തിലായിരുന്നു അവർ. അപ്പോ അത്രയേറെ ബഹുമാനത്തോടു കൂടിയാണ് യേശുക്രിസ്തു അമ്മയെ വിളിക്കുന്നത്. ഗുനൈ എന്ന് ഗ്രീക്കിലും ഹീബ്രുവിലെ ഇഷാഹ് എന്നും പറയും. ആ ബഹുമാന സൂചകമായി വിളിക്കുന്ന ആ പദം ഹീബ്രുവില് ഇഷാഹ് എന്ന് വിളിക്കും, ഗ്രീക്കില് ഗുനായി എന്ന് വിളിക്കും. അപ്പോ അതുപോലെ തന്നെ ഈ ക്രൂശ് അപ്പോ അവിടെ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ബഹുമാനത്തോടെ കൂടി അമ്മയെ ഗുനേ എന്ന് വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു തരണം എന്നാണ് കർത്താവ് അമ്മയോട് അവിടെ ചോദിക്കുന്നത്. വീഞ്ഞ് തീർന്നു പോയ വിവരം അമ്മ വന്ന് യേശുവിനോട് പറയുമ്പോ യേശു പറയുന്നത് ഞാൻ എന്ത് ചെയ്തു തരണം എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ അവിടെ കൽപാത്രങ്ങളില് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. നമ്മൾ സാധാരണയായി വളരെയധികം പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ? പുറത്തിരുന്ന കൽപാത്രം എടുത്ത് അകത്ത് കൊണ്ടുവന്നു, നമ്മൾ പുറത്തിരുന്ന നമ്മെ കർത്താവ് അകത്ത് കൊണ്ടുവന്നു എന്നൊക്കെ വളരെയധികം പ്രസംഗങ്ങള് മെസ്സേജസ് എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ യേശുക്രിസ്തു ആ കൽപാത്രം അകത്ത് കൊണ്ടുവരാൻ പറഞ്ഞില്ല, വെള്ളം നിറയ്ക്കുവാനാണ് പറഞ്ഞത്. വെള്ളം നിറയ്ക്കാൻ വേണ്ടി മാത്രമാണ് കർത്താവ് പറഞ്ഞത്. 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ 6 കൽപാത്രങ്ങളിൽ കൽപാത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യഹൂദന്മാർക്ക് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ, പുറത്തുനിന്നല്ല ആരാണെങ്കിലും അകത്തേക്ക് കയറുമ്പോൾ കാൽ കഴുകിയിട്ടാണ് കയറുന്നത്. അവരുടെ ആ ഒരു സ്ഥലത്തിന്റെയൊക്കെ ആ എന്നാ പറഞ്ഞ പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിന്റെ ഒക്കെ ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോ ഈ ഭവനത്തിലേക്ക് കയറുന്ന ആ ഭാഗത്ത് തന്നെയായിരിക്കും, ഈ അകത്തേക്ക് കയറുന്ന ആ ഭാഗത്ത് തന്നെയായിരിക്കും ഈ കൽപാത്രങ്ങള് വച്ചിരിക്കുക. ഈ കൽപാത്രങ്ങള് അതിനകത്ത് ഒലിവ് ഇലയൊക്കെ ഇട്ട് ഇങ്ങനെ വക്കോളം വെള്ളം ഉണ്ടാവും. ഒലിവ് ഇലയൊക്കെ ഇട്ട് നല്ല തണുപ്പ് ഉള്ള വെള്ളമായിരിക്കും ഈ കൽപാത്രങ്ങളിൽ ഉള്ളത്. അങ്ങനെയാണ് ഈ കൽപാത്രങ്ങൾ വയ്ക്കുന്നത്. അപ്പൊ ആ കൽപാത്രങ്ങളിലാണ് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞത്. വെള്ളം നിറച്ചു കഴിഞ്ഞപ്പോ കോരിക്കൊടുക്കാനാണ് വിരുന്നുവാഴിയോട് പറഞ്ഞത്. ഒരു ഏകദേശം ഇങ്ങനെയാണ് പറയുന്നത്, 8-10 ലിറ്റർ വീഞ്ഞിന്റെ പോരായികയാണ് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഈ 6 കൽപാത്രത്തിലും വീഞ്ഞ് നിറച്ചപ്പോ ധാരാളം വീഞ്ഞുണ്ടായിരുന്നു. ആവശ്യത്തിൽ കവിഞ്ഞും വീഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ക്രൂശീകരണത്തിന് ശേഷം എല്ലാവരും ചിതറിപ്പോയി. ശിഷ്യന്മാരെ എല്ലാം ഒരുമിപ്പിച്ച് നിർത്തിയതും മറിയ തന്നെയാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ആ മാളികയിൽ കൂടിയിരിക്കുമ്പോൾ മറിയയും അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം മറിയ താമസിച്ചത് യോഹന്നാനോട് കൂടിയാണ്. ആ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് യോഹന്നാനോട് കൂടെ എഫെസോസിലാണ് പിന്നീട് മറിയ താമസിച്ചത്. വീണ്ടും നമ്മൾ സിറോഫിനീഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. സിറോഫിനീഷ്യ, സുറോഫോയിനീക്ക എന്ന് പറയും. മർക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ സുറോഫോയിനീക്ക എന്ന് പറയും. ഇത് സിറോഫിനീഷ്യ എന്ന് പറയുന്ന സിറിയക്കാരും ഫിനീഷ്യക്കാരും കൂടി ഈ സ്ഥലം പകുത്തെടുക്കുകയാണ് ചെയ്തത്. സിറോഫിനീഷ്യ എന്ന് പറഞ്ഞ സ്ഥലം ഇവര് സിറിയക്കാരും ഫിനീഷ്യക്കാരും കൂടി പകുത്തെടുത്തു.
എന്നിട്ട് ഇതിനിടയിൽ കിടക്കുന്ന ആളുകള് സിറിയക്കാരും ഫിനീഷ്യക്കാരുമാ. സിറോഫിനീഷ്യ എന്ന് പറയുന്ന സ്ഥലം ഇസ്രായേലിന് പുറത്താണ്. ഇസ്രായേലിന് പുറത്ത് ഉള്ള ഒരു സ്ഥലമാണ്, ഇസ്രായേലിനകത്തുള്ള ഒരു സ്ഥലമല്ല സിറോഫിനീഷ്യ. അതുകൊണ്ടാണല്ലോ ആ സിറോഫിനീഷ്യയിൽ നിന്ന് ഒരു സ്ത്രീ വന്ന് തന്റെ മകളുടെ ചന്ദ്രരോഗം സൗഖ്യമാക്കുവാനായിട്ട് കർത്താവിനോട് പറയുമ്പോ കർത്താവ് പറയുന്നുണ്ട്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന്, ശരിയല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അത് എന്റെ റെഫറൻസ് പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 15:21 മർക്കോസിന്റെ സുവിശേഷം 7:26 അത് കിടക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 15:21 മർക്കോസിന്റെ സുവിശേഷം 7:26. ഈ മർക്കോസിന്റെ സുവിശേഷത്തിലാണ് സിറോഫോയിനീക്ക എന്ന് പറയുന്ന പേര് നമുക്ക് മലയാളത്തിൽ കിട്ടുന്നത്. സിറോഫിനീഷ്യ എന്നാണ് സ്ഥലത്തിന്റെ പേര്, നമുക്ക് മലയാളത്തിൽ സിറോഫോയിനീക്ക, ഇത് രണ്ടും ഒന്ന് തന്നെ. അപ്പോ അതിന് സിറോഫിനീഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്തിന് താഴെയാണ് സീദോൻ എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ സരാഫത്ത് അല്ലെങ്കിൽ സരാഫത്തിൽ ഒരു വിധവ താമസിച്ചല്ലോ. ഏലിയാവ് വിധവയുടെ അടുക്കൽ ചെല്ലുകയൊക്കെ ചെയ്ത് ആ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തത്. ഈ സരാപ്തെ സീദോനും ഈ ഫിനീഷ്യക്ക് താഴെയാണ് കിടക്കുന്നത്. അതുപോലെ അവിടെ നിന്ന് അതിന്റെ കിഴക്കിലാണ് ദമസ്കോസ്, കിഴക്ക് ഭാഗത്താണ് ദമസ്കോസ്. നമ്മുടെ പൗലോസിന്റെ രക്ഷിക്കപ്പെട്ട സ്ഥലമാണ് ദമസ്കോസ്. അത് സിറിയയുടെ ക്യാപിറ്റലാണ്. ഈ ദമസ്കോസ് സിറിയയുടെ ക്യാപിറ്റലാണ്. അങ്ങനെ വീണ്ടും കർത്താവ് അവിടുന്ന് യാത്ര ചെയ്ത് കർത്താവിന്റെ മിനിസ്ട്രി തുടങ്ങുന്നു. വീണ്ടും കർത്താവ് യാത്ര ചെയ്ത് തന്റെ ശിഷ്യന്മാരുമായിട്ട് എവിടെ എത്തി? ഫിലിപ്പിന്റെ കൈസരിയയിലെത്തി. ഫിലിപ്പിന്റെ കൈസരിയ നമുക്ക് ഏറ്റവും സുപരിചിതമായ സ്ഥലമാണ് ഫിലിപ്പിന്റെ കൈസരിയ. അങ്ങനെ ഫിലിപ്പിന്റെ കൈസരിയ അല്ലെങ്കിൽ സിസറിയ ഫിലിപ്പിയ എന്ന് പറയും. സിസറിയ ഫിലിപ്പിയ എന്ന് പറയും, അല്ലെങ്കിൽ ഫിലിപ്പിന്റെ കൈസരിയില് പോയി. ഈ ഫിലിപ്പിന്റെ കൈസരിയിൽ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളുണ്ട്. അതായത് 3 സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ 3 ഐക്കൺസ് ഉണ്ട്. ഈ 3 ഐക്കൺസില് ഇതിന്റെ നടുക്ക് നിർത്തിയിട്ടാണ് യേശു ശിഷ്യന്മാരെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ചില ജനങ്ങൾ എന്തു പറയുന്നു, നിങ്ങൾ എന്നെ എന്തു പറയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ അവിടെ പത്രോസ് അവിടെ മറുപടി പറയുന്നുണ്ടല്ലോ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് മറുപടി പറയുന്നുണ്ട്. അപ്പൊ അവിടെ 3 പ്രധാനപ്പെട്ട ഐക്കൺസ് എന്ന് പറയുമ്പോൾ, ഒന്ന് ജൂലിയസ് സീസറിന്റെ പ്രതിമയാണ് അവിടെയുള്ളത്. ജൂലിയസ് സീസറിന്റെ പ്രതിമ അവിടെയുണ്ട്. ഈ ഫിലിപ്പിന്റെ കൈസരിയില് ജൂലിയസ് സീസറിന്റെ പ്രതിമയുണ്ട്. പിന്നീട് അവിടെയുള്ള മറ്റൊന്ന് ഗ്രീക്കോ റോമൻ വേൾഡിലെ ഒരു ദേവനാണ്, ഒരു ദൈവമാണ് പാൻ. പാൻ എന്ന് പറയുന്ന ഒരു ദൈവം, ഗ്രീക്കോ റോമൻ വേൾഡിലെ ഒരു ദൈവമാണ് പാൻ. ഈ പാൻ എന്ന് പറയുന്ന ദൈവം വനത്തിന്റെയും മൃഗങ്ങളുടെയും മരങ്ങളുടെയും ദൈവം. അങ്ങനെയാണ് ഗ്രീക്കുകാര് ആ ദൈവത്തെ ആരാധിക്കുന്നത്. വനത്തിന്റെയും മൃഗങ്ങളുടെയും മരങ്ങളുടെയും ദൈവമായിട്ടാണ് ഈ പാൻ ദൈവത്തെ ഗ്രീക്കുകാര് കാണുന്നത്. അപ്പോ ഈ ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദൈവം ഇടയ്ക്കിടയ്ക്ക് കൂടെ വനത്തിലേക്ക് ഇറങ്ങും. അവരുടെ വിശ്വാസമാണ് കൂടെ വനത്തിലേക്ക് ഇറങ്ങിയിട്ട് ഈ വനത്തിൽ കൂടി നടക്കുമ്പോ വലിയ ഒരു ശക്തിയില് ഇങ്ങനെ ചവിട്ടി നടക്കുമ്പോ ഈ മൃഗങ്ങളൊക്കെ വിരണ്ട് ഓടും എന്നാ പറയുന്നേ. മൃഗങ്ങളൊക്കെ ഈ ശബ്ദം കേട്ടിട്ട് വിരണ്ട് ഓടുമ്പോ ഈ ഓട്ടത്തിന് പറയുന്ന പേരാണ് പാനിക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പാനിക്ക്.
ഈ ഓട്ടത്തിനാണ്, ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനെ വിരണ്ട് ഓടുമ്പോ ഈ ഓട്ടത്തിന് പാനിക് എന്ന് പറയും. ഈ പാൻ ദേവന്റെ പ്രതിമ ഇവിടെ ഉണ്ട്. ഒന്ന് ജൂലിയസ് സീസറിന്റെ പ്രതിമയുണ്ട്, പാൻ ദേവന്റെ പ്രതിമയും ഇവിടെയുണ്ട്. പിന്നെ അടുത്തത് മൂന്നാമത്തത് എന്ന് പറയുന്നത് ഒരു വലിയ ഗുഹ അവിടെയുണ്ട്. വലിയ ഗുഹ ഉള്ളത് അവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈ ഗുഹയിൽ കൂടി പോയാൽ പാതാളത്തിലെത്താന്ന അവിടെയുള്ളവരുടെ വിശ്വാസം. ഈ ഗുഹയിൽ കൂടി അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പാതാളത്തിലെത്താം. അപ്പോ ഈ പാറകൾക്കിടയിലൂടെയുള്ള ഗുഹയാണ് ഇത്. ഈ പാറകൾക്കിടയിലൂടെയാണ് ഈ ഗുഹയുള്ളത്. ഈ ഗുഹയിൽ കൂടി കടന്നാൽ പാതാളത്തിലെത്താം. അതാണ് പാതാള ഗോപുരം എന്നവര് അതിനെ പറയുന്നത്, പാതാള ഗോപുരം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് തിരിച്ചു വരാൻ കഴിയില്ല അവിടുന്ന്. അവിടെ ചെന്നാൽ മനുഷ്യന്റെ കാര്യം പോക്കാണ്. പിന്നെ എന്ന് വെച്ചാൽ അവിടെ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല, അതിനെ ജയിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് അവരുടെ വിശ്വാസം. ഈ പാതാള ഗോപുരത്തെ ജയിക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോ യേശുക്രിസ്തു അവരോട് ചോദിച്ചു, നിങ്ങൾ ജനം എന്നെ പറ്റി എന്ത് പറയുന്നു, നിങ്ങൾ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇതിനെ ജയിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ള, ഈ പാതാള ഗോപുരത്തെ ജയിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉള്ള അവരുടെ വിശ്വാസത്തെ മറികടന്നിട്ട് കർത്താവ് പറയാണ്, എൻ്റെ സഭയെ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയുകയില്ല എന്നാണ് കർത്താവ് അവിടെ വെച്ചിട്ടാണ് ഈ വെളിപ്പാട്, സഭയെ കുറിച്ചുള്ള വെളിപ്പാട് പത്രോസിന് കൊടുക്കുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് ദൈവപുത്രനാണെന്നുള്ള കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഗലീലയിലെ കാനായിൽ നിന്ന് 1.5 മണിക്കൂർ നടന്നാലാണ് ഈ നസ്രത്തിൽ എത്തുവാനായിട്ട് കഴിയുള്ളൂ. യേശുക്രിസ്തു താമസിക്കുന്ന സ്ഥലമായ നസ്രത്തില് 1.5 മണിക്കൂർ നടന്ന, ഈ കാനായിൽ നിന്ന് 1.5 മണിക്കൂർ നടന്നാലാണ് അവിടെ എത്തുവാനായിട്ട് കഴിയുള്ളൂ. ഖബർനഹൂമിൽ നിന്ന് കാന വരെ 4 മണിക്കൂർ നടക്കണം. ഖബർനഹൂമിൽ നിന്ന് കാന വരെ 4 മണിക്കൂർ നടക്കണം. ഖബർനഹൂമിലാണ് കർത്താവ് പിന്നീട് താമസിച്ചിരുന്നത്. ആ ഒരു വിഷയമൊക്കെ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് പിന്നാലെ പഠനത്തിലൂടെ വരുന്നുണ്ട്. അപ്പോ ഈ കാനായിലെ കല്യാണം കഴിഞ്ഞിട്ട് ഗലീല കടലിന്റെ അടുത്ത് നിന്ന് യോർദാൻ അരികിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക്, അതിന്റെ ആ ഭൂപടമൊക്കെ വെച്ച് പഠിക്കുമ്പോഴാണ് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ഭൂപടമൊക്കെ വെച്ച് പഠിക്കുമ്പോൾ, ഈ സ്ഥലങ്ങൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ നമുക്ക് കർത്താവിന്റെ ഈ മിനിസ്ട്രി ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് നന്നായി മനസ്സിലാവും. നമ്മുടെ മനസ്സിൽ തന്നെ അത് പതിയുവാനായിട്ട് ഇടവരും. അതാണ് ഞാൻ കുറച്ച് സ്ഥലങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ഈ യോർദാന്റെ അരികിൽ നിന്ന് കിഴക്ക് ഭാഗത്താണ് ദെക്കപ്പൊലി. ദെക്കപ്പൊലി എന്ന് പറയുന്ന നമ്മൾ പഠിച്ചു 10 പട്ടണങ്ങള് അല്ലേ, 10 പട്ടണങ്ങൾ കൂടുന്ന ദെക്കപ്പൊലി എന്നൊക്കെ ഒരിക്കൽ നമ്മൾ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൽദസ് ചൈനൊക്കെ അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ പെറിയ എന്നൊരു സ്ഥലമുണ്ട്. ആ പെറിയ ക്രോസ് ചെയ്താണ് ബഥാനിയിൽ വന്നിട്ട്, എന്നിട്ട് അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് ക്രോസ് ചെയ്ത് യെരുശലേമിൽ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അത്രയും കറങ്ങി തിരിഞ്ഞാണ് പിന്നെ യെരുശലേമിലേക്ക് വരുന്നത്. അപ്പോ യഹൂദിയ എന്ന ഈ പ്രോവിൻസിലായിരുന്നല്ലോ കർത്താവ് ജനിച്ചത്. യഹൂദിയയിലായിരുന്നു കർത്താവ് ജനിച്ചത്, ബെത്ലഹേമില് ജനിച്ചിട്ട് ഈ പ്രോവിൻസിന്റെ ഭരണാധികാരി ആ സമയം ഹെരോദാവായിരുന്നു. ഈ യഹൂദിയ കർത്താവ് ജനിക്കുന്ന സമയത്ത് യഹൂദിയ എന്ന പ്രോവിൻസിന്റെ, അത് പഴയ കാലത്ത് ഇസ്രായേൽ മുഴുവൻ ഉൾപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നീട് അത്
ഈ ഹെരോദാവായിരുന്നു യഹൂദിയുടെ ഭരണാധികാരി. അപ്പൊ മുഴുവൻ ഇസ്രായേലും ആരാണ് വിലക്ക് വാങ്ങിച്ചു? റോമാക്കാരുടെ കയ്യിൽ നിന്ന് ഈ ഹെരോദാവ് വിലക്ക് വാങ്ങിച്ചു. മുഴുവൻ ഇസ്രായേലും ഹെരോദാവ് റോമാക്കാരുടെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് വിലക്ക് വാങ്ങിച്ചു. എന്നിട്ട് അവന് ഇഷ്ടമുള്ള രീതിയിൽ അവന് ഭരിക്കാലോ. പിന്നെ വിലക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ വളരെ ക്രൂരനായ ഒരു ഭരണാധികാരി ആയിരുന്നു എന്ന് നമ്മൾ ഒരു സമയത്ത് ഈ ഹെരോദാവിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഈ ഇത് മുഴുവൻ ഇങ്ങനെ വിലക്ക് വാങ്ങിച്ചത് കൊണ്ടാണ് ഈ ഹെരോദാവിനെ ഹെരോദ ദ ഗ്രേറ്റ് എന്ന് പറയുവാനുള്ള കാരണം. മഹാനായ ഹെരോദാവ് എന്ന് പറയുവാനുള്ള കാരണം മുഴുവൻ ഇസ്രായേലും റോമാക്കാരുടെ കയ്യിൽ നിന്ന് പണം കൊടുത്തിട്ട് ഈ ഹെരോദാവ് വിലക്ക് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഏകദേശം ഒരു 10-12 മക്കളുണ്ടായിരുന്നു. കാരണം ഒന്നിൽ കൂടുതൽ ഭാര്യമാര് ഇയാൾക്കുണ്ടായിരുന്നു. നമുക്കറിയാലോ, ഹെരോദ അനുജന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്ന കാര്യവും അങ്ങനെ യോഹന്നാൻ സ്നാപകൻ അത് വിളിച്ചു പറഞ്ഞിട്ട് യോഹന്നാൻ സ്നാപകനെ തടവിലാക്കിയ കാര്യമൊക്കെ അറിയാലോ. അപ്പോ അങ്ങനെ 10-12 മക്കളോളം ഇയാൾക്കുണ്ടായിരുന്നു. ഇയാളങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോ ഈ രാജ്യം അങ്ങ് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഫിലിപ്പിന്റെ കൈസരിയ ഒരു മകന് കിട്ടി. പിന്നെ കർത്താവ് വളർന്ന നസ്രത്തും യെരുശലേമും ഉൾപ്പെടുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലമാണ് ഈ അർക്കലോസ് എന്ന മകന്റെ കയ്യിലായിരുന്നു. ഈ നസ്രത്തും യെരുശലേം ഉൾപ്പെടുന്ന സ്ഥലവും അർക്കലോസിന്റെ കയ്യിലായിരുന്നു. പിന്നെ ഗലീലി പട്ടണം മറ്റൊരു മകന്റെ കയ്യിലകപ്പെട്ടു. പിന്നെ ഈ നദനിയേല് ഇന്നലെ പഠിച്ച നദനിയേല് ഗലീലിക്കാരനാ, അറിയാലോ. അദ്ദേഹം ഈ ഗലീലി എന്ന് പറയുന്നത് ഖബർനഹൂമിന്റെ അടുത്താണ് നദനിയേല് താമസിക്കുന്നത്. ഈ ഗലീലിക്കാരനാണ് നദനിയേല്. ഗലീലി എന്ന് പറയുന്നത് ഖബർനഹൂമിന്റെ അടുത്താണ്. അവിടെയാണ് നദനിയേല് താമസിക്കുന്നത്. അപ്പോ ഈ ഹെരോദാവ് കുഞ്ഞുങ്ങളെ കൊല്ലുവാനായിട്ട് പറഞ്ഞ സമയത്ത് യഹൂദയിലുള്ള കുഞ്ഞുങ്ങളെ മാത്രമാണ് അന്ന് കൊല്ലാനായിട്ട് ഓർഡർ വന്നിരുന്നത്. യഹൂദിയിലുള്ള കുഞ്ഞുങ്ങളെ മാത്രമാണ് അന്ന് ഹെരോദാവ് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ യേശുക്രിസ്തു ജനിക്കുന്ന സമയത്ത് കൊന്നുകളഞ്ഞത്. ഈ കർത്താവ് എന്തിനാ തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത്? ചിലരൊക്കെ ചെയ്യുന്ന പോലെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് മാതാപിതാക്കളെ നോക്കണ്ട, ഭവനത്തില് കുടുംബം നോക്കണ്ട, ഒന്നും നോക്കണ്ട എന്നുള്ള രീതിയിൽ മിനിസ്ട്രി ചെയ്യുന്ന ആളുകളെ നമുക്കിന്ന് കാണുവാനായിട്ട് കഴിയും. പക്ഷെ അതിനല്ല കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചത്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യുവാനാണ് കർത്താവ് വിളിച്ചത്. അവർക്ക് ഭവനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം അവര് ചെയ്യണം. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുവാനല്ല കർത്താവ് അവരെ വിളിച്ചത്. അങ്ങനെ ഈ ലോകത്തിൽ താമസിക്കുമ്പോൾ തന്നെ അവർ വളരെ സന്തോഷമുള്ളവരായിരിക്കാനും, ലോകത്തിൽ പിന്നെ നമ്മെ കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരെക്കാൾ നല്ല മാന്യമായ രീതിയിൽ, ഞാൻ പറയുന്നത് ഇങ്ങനെ എല്ലാവരെക്കാളും വലിയ പണമുള്ളവരായിട്ടോ ഭൗതിക സമ്പത്തുള്ളവരായിട്ടോ ജീവിക്കുന്ന കാര്യമല്ല, മാന്യമായ രീതിയിൽ മറ്റുള്ളവരെക്കാൾ മാന്യമായ രീതിയിൽ തന്നെ ജീവിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുപോലെ കുടുംബസ്ഥരായിട്ട് ജീവിക്കുവാനും, നല്ല പൗരന്മാരായിട്ട് ഇരിക്കുവാനും, മറ്റുള്ളവരുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലായിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത്. ഒറ്റപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടിയല്ല. ഞാൻ കർത്താവിന്റെ വേലയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞ് എല്ലാ ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ചിട്ട് ഒറ്റപ്പെട്ട ഒരു ജീവിതം എന്നാ പറയണേ, സന്യാസിമാരെ പോലെ മാറിപ്പോയി ജീവിക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചപ്പോ യോഹന്നാൻ സ്നാപകന്റെ അടുക്കലേക്കായിരുന്നു ആളുകൾ ചെന്നിരുന്നത്. എന്നാൽ യേശുക്രിസ്തു പ്രസംഗിച്ചത് എങ്ങനെയാ? ആളുകൾ ഉള്ളിടത്തേക്ക് യേശുക്രിസ്തു ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയാണ് ചെയ്തത്. ആളുകളുടെ ഇടയിലേക്ക് ചെന്ന്
കർത്താവ് പ്രസംഗിക്കുകയും മിനിസ്റ്റർ ചെയ്യുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്യുകയാണ് ചെയ്തത്. യേശുക്രിസ്തു പലയിടത്തും ഉണ്ടെന്നറിഞ്ഞ ആളുകൾ വന്നു. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. യോഹന്നാൻ മരുഭൂമിയിൽ താമസിച്ചപ്പോൾ യോഹന്നാന്റെ അടുത്തേക്ക് ആളുകൾ ചെന്നപ്പോൾ യേശുക്രിസ്തു ആളുകളുടെ ഇടയിലേക്ക് കടന്നു വന്നു. ഖബർനഹൂം എന്ന് പറയുന്ന സ്ഥലം, യേശുക്രിസ്തു ഖബർനഹൂമിലാണ് താമസിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. കർത്താവിന്റെ ആദ്യത്തെ മിനിസ്ട്രിക്കായിട്ട് കർത്താവ് തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഖബർനഹൂം. ഖബർനഹൂമില് ഒത്തിരി എന്താ പറഞ്ഞാൽ വളരെയധികം അത്ഭുത പ്രവർത്തികളും വീര്യപ്രവൃത്തികളും കർത്താവ് അവിടെ ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഖബർനഹൂം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? സമൃദ്ധിയുടെ തോട്ടം എന്ന ഖബർനഹൂം എന്ന വാക്കിന്റെ അർത്ഥം. ഖബർനഹൂം സമൃദ്ധിയുടെ തോട്ടമാണ്. അതുപോലെ ഗന്നസരേത്ത് ഫലഭൂഷ്ടമായ സ്ഥലം. നമ്മൾ കണ്ടല്ലോ, ഗന്നസരേത്തിലെ മുന്തിരിയുടെ സ്വാദിനെ കുറിച്ച് കണ്ടല്ലോ. പെരുന്നാളുകൾക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ യഹൂദന്മാരുടെ പെരുന്നാളുകൾ നടക്കുമ്പോൾ, ഉത്സവങ്ങൾ നടക്കുമ്പോഴൊന്നും ഈ മുന്തിരി അവിടെ കൊണ്ടു ചെല്ലാൻ പാടില്ല എന്നാണ്. കാരണം അതിനു ചുറ്റും ആളുകൾ കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ യാതൊരു പരിപാടികൾ നടക്കില്ല എന്ന് കണ്ടുകൊണ്ട് അവിടെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു. അപ്പോ അവിടെ നിന്നാണ്, ഈ ഗന്നസരേത്തിൽ നിന്നാണ് 2 കുല മുന്തിരി അറുത്ത് മോശെ സ്ഥലം ഉറ്റുനോക്കുവാനായിട്ട് ആളുകളെ അയക്കുമ്പോൾ അവർ ഇവിടെ നിന്നാണ് ഈ 2 കുല മുന്തിരി അറുത്ത് കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. അത്ര സമ്പന്നമായിരുന്നു ഗന്നസരേത്ത് എന്ന് പറയുന്ന സ്ഥലം. പിന്നീട് നമുക്ക് കാണുമ്പോൾ ജാതികളുടെ ഗലീലിയെ കാണുമ്പോൾ ജാതികളുടെ ഗലീലി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് എവിടെയാ കാണുന്നേ? മത്തായിയുടെ സുവിശേഷം 4:15 കാണുവാനായിട്ട് കഴിയും. വായിക്കുന്നുണ്ടോ അത് ആരെങ്കിലും? വായിക്കണമെങ്കിൽ വായിച്ച് വ്യക്തമായ ഒന്ന് വായിച്ചേരാ ആരെങ്കിലും ഒരാള്, ബൈബിള് കയ്യിലുണ്ടെങ്കിൽ. മത്തായിയുടെ സുവിശേഷം 4:15. ഗലീലയിൽ ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഒന്നുകൂടെ വായിക്കാമോ? സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ കരയ്ക്കുമുള്ള നാടും ജാതികളുടെ ഗലീലയിൽ ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലിരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. അതെ 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 അതെ. അവിടെ ജാതികളുടെ ഗലീലിയെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. ഈ മുകളിലും താഴെയും ഉള്ള ഗലീലി ഉണ്ടെന്ന, ഗലീലി ഒറ്റ നാട് തന്നെ, മുകളിലും താഴെ. അപ്പൊ ജാതികളുടെ ഗലീലി എന്ന ആ സ്ഥലത്തിന് അറിയപ്പെട്ടിരുന്നു. ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ശലോമോൻ രാജാവ് നമ്മൾ കേട്ടിട്ടുണ്ട്. ശലോമോൻ രാജാവിന്റെ ദൈവാലയം പണിയാനായിട്ട് സോർ രാജാവ് കുറച്ച് തടികളും അതിന്റെ സാധനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ശലോമോൻ രാജാവ് 10 പട്ടണങ്ങൾ ഈ രാജാവിന്, ഹീരാം രാജാവിന് കൊടുത്തു എന്ന് നമ്മൾ കാണുന്നുണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ. എന്റെ റെഫറൻസ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ. ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ അത് കാണുവാനായിട്ട് കഴിയും. ദിനവൃത്താന്തത്തിലാണോ രാജാക്കന്മാരുടെയാണോ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതിന്റെ റെഫറൻസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ 10 പട്ടണങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹീരാം രാജാവിന്. ശലോമോൻ അതിന് പകരമായിട്ട് 10 പട്ടണങ്ങൾ കൊടുത്തു. പക്ഷെ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല ആ സ്ഥലം. ഇഷ്ടപ്പെടാഞ്ഞത് എന്തുകൊണ്ടാ? ഒരു ഇരുളടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അത്ര ഫലഭൂഷ്ടമായ സ്ഥലമൊന്നും അല്ലായിരുന്നു. അത്ര നല്ല സ്ഥലം ആർക്കും ഇഷ്ടപ്പെടില്ല. അത് ദാവീദ് രാജാവിന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ആർക്കും അത്ര വെളിച്ചം കിടക്കാത്ത സ്ഥലമാണെന്നാ പറയുന്നത്. ആർക്കും അത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ തോന്നില്ല, ആർക്കും അവിടെ താമസിക്കാൻ തോന്നില്ലാത്ത ഒരു സ്ഥലം. അങ്ങനെയുള്ള സ്ഥലമായിരുന്നു ജാതികളുടെ ഗലീലി എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ അവിടെ കുറെ ജാതികൾ അവിടെ താമസിച്ചിരുന്നു. യഹൂദന്മാരല്ലാത്ത ആളുകള് അവിടെ താമസിച്ചിരുന്നു.
യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ശിമോൻ യേശുക്രിസ്തുവിനെ പരിച്ഛേദനയ്ക്കായിട്ട് ദൈവാലയത്തിൽ കൊണ്ടുചെല്ലുമ്പോൾ ശിമോൻ കയ്യിലെടുത്ത് പറയുന്നുണ്ട്, ജാതികൾക്ക് വെളിപ്പെടുവാനിരിക്കുന്ന പ്രകാശം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ യേശുക്രിസ്തു അവിടെ, യേശുക്രിസ്തുവിന്റെ വലിയൊരു ഭാഗം മിനിസ്ട്രി ഈ ജാതികളുടെ ഗലീലയില് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഗലീല കടലിലേക്കുള്ള വഴിയായതിനാൽ അവിടെ ജാതികൾ തിങ്ങിപ്പാർത്തിരുന്നു. അനേക ജാതികൾ അവിടെ തിങ്ങിപ്പാർത്തിരുന്നു. പിന്നെ അത് പിന്നീടായി കഴിഞ്ഞപ്പോഴേക്കും ആ ലാൻഡ് ഫലഭൂഷ്ടമായി തീർന്നു. ഫലഭൂഷ്ടമായ ലാൻഡായി തീർന്നു. റോമൻ സാമ്രാജ്യത്തിലെ ധനികന്മാർ എന്താ ചെയ്യണമെന്നറിയാമോ? ഇവിടെ ആളുകള് ഈ സ്ഥലം വാങ്ങിയിടും. ധനികന്മാരായിട്ടുള്ള ആളുകൾ സ്ഥലം വാങ്ങിയിട്ടിട്ട് അവിടെ കൃഷി ചെയ്യും. കൃഷി ചെയ്തിട്ട് കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പോകും. അപ്പോ പലതരം ഫ്രൂട്ട്സുകളൊക്കെ അവിടെ അവര് കൃഷി ചെയ്തിരുന്നു. പിന്നെ എന്താ ചെയ്തിരുന്നത്? ഈ ആളുകൾക്കൊക്കെ താമസിക്കണ്ടേ, ഇങ്ങനെ വരുന്ന ആളുകൾക്ക്. അതിനായിട്ട് ബിൽഡിങ്ങുകൾ പണിതു. ബിൽഡിങ്ങുകൾ പണിയുക എന്ന് പറയുമ്പോൾ അവിടെ ബിസിനസ്, ജോലികള്, കൺസ്ട്രക്ഷൻ വർക്കുകള് ഇതെല്ലാം ധാരാളം ഉണ്ടായി. എന്നാണ് ഇങ്ങനെ ഒരു ചൊല്ലുണ്ടായിരുന്നു എന്ന് പറയണേ, 10 പൈസ ഉണ്ടാക്കണമെങ്കിൽ ഗലീലിൽ പോയി താമസിക്കാൻ പറയുന്നു. യഹൂദിയിൽ മുഴുവൻ ബൈബിൾ കോളേജുകളായിരുന്നു, അതായത് മുഴുവൻ സ്കൂളുകളായിരുന്നു യഹൂദിയില്. പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ വർക്കുകള്, ആളുകൾക്ക് ഇഷ്ടംപോലെ വർക്കുകൾ ഉണ്ടായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ജോലി ചെയ്താണെങ്കിലും ജീവിക്കാം എന്നൊരു തരത്തിലായിരുന്നു അവിടുത്തെ സ്ഥലങ്ങൾ കിടന്നിരുന്നത്. അവിടെ 4 വലിയ റോഡുകൾ ഉണ്ടായിരുന്നു. ഗലീല കടലിന്റെ തീരദേശത്തെ ആളുകൾക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് 4 വലിയ റോഡുകൾ ഉണ്ടായിരുന്നു. ഒന്ന് യോർദാൻ താഴ്വരയിലേക്ക് വരുന്ന റോഡ്. പിന്നെ മറ്റൊരു റോഡ് പെറിയായിലേക്ക് പോയി എരീഹോവിലേക്ക് പോകുന്ന റോഡ്. ഒന്ന് യോർദാൻ താഴ്വരയിലേക്ക് വരുന്ന റോഡ്, മറ്റൊന്ന് പെറിയായിലേക്ക് പോയി എരീഹോവിലേക്ക് പോകുന്ന റോഡ്. മറ്റൊരു റോഡ് ഗലീലയുടെ ക്യാപിറ്റലിൽ കൂടി പോകുന്ന റോഡ്. ഗലീലയുടെ ക്യാപിറ്റലിൽ കൂടി പോകുന്ന റോഡ്. അത് മെഡിറ്ററേനിയൻ കടലിന്റെ പ്രധാന തുറമുഖമാകുന്ന അഖോയിലേക്ക് പോകുന്ന റോഡാണ്. ഈ ഗലീലയുടെ ക്യാപിറ്റലിൽ കൂടി പോകുന്ന റോഡ് മെഡിറ്ററേനിയൻ കടലിന്റെ പ്രധാന തുറമുഖമാകുന്ന അഖോയിലേക്ക് പോകുന്ന റോഡാണ്. പിന്നെ ഒരു റോഡുള്ളത് സെബൂലിന്റെയും നഫ്താലിയുടെയും റോഡ്, നാട്ടിലേക്കുള്ള റോഡ്. സെബൂലിന്റെയും നഫ്താലിയുടെയും നാട്ടിലേക്കും ശമരിയിലേക്കും അതുവഴി നസ്രത്തിലേക്ക് പോകുന്ന റോഡ്. സെബൂലിന്റെയും നഫ്താലിയുടെയും നാട്ടിലേക്കും ശമരിയയിലേക്കും നസ്രത്തിലേക്ക് പോകുന്ന റോഡ്. ഇങ്ങനെ 4 റോഡാണ് ഗലീലയില് ഉള്ളത്. പിന്നെയുണ്ട് അപ്പോ ഇതിനെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ഈജിപ്റ്റ് മുതൽ ദമസ്കോസ് വരെ പോകുന്ന ഒരു ഹൈവേ ഇതിനെ കണക്ട് ചെയ്തിരുന്നു. ഈജിപ്റ്റ് മുതൽ ദമസ്കോസ് വരെ പോകുന്ന ഒരു ഹൈവേ ഇതിനെ കണക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ടൈബീരിയസ് പട്ടണം പണിതത് നമുക്കറിയാം, റോമൻ ചക്രവർത്തിയായ ടൈബീരിയസിന്റെ പേരിൽ പണിതതാണ്. ഈ തിബരിയാസിന്റെ പേരില് ആണ് ഈ ടൈബീരിയസ് പട്ടണം പണിയുന്നത്. റോമൻ ചക്രവർത്തിയായ തിബരിയാസിന്റെ പേരിലാണ് ഈ പട്ടണം പണിയുന്നത്. അത് ഈ ചക്രവർത്തിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഹെരോദാവിന്റെ മകനായ ഹെരോദ അന്തിപ്പാസ് പണിതതാ. ചക്രവർത്തിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഹെരോദാവിന്റെ മകനായ
ഹെരോദ അന്തിപ്പാസ് ആണ് ഈ തിബരിയാസ് പട്ടണം പണിതത്. ഈ സിറേനിയൻ എന്ന സ്ഥലത്ത് നിന്നാണ് ആരാണ് നമ്മുടെ ശീമോൻ, കുറേരക്കാരനായ ശീമോൻ സിറേനിയൻ എന്ന സ്ഥലത്ത് നിന്നാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. ഈ ഗലീലിയിൽ അതെ, ഈ ഗലീലിയൻ പട്ടണത്തിൽ അല്ല തിബരിയാസ് പട്ടണത്തിൽ വന്ന് താമസിക്കുന്നത് കുറേനക്കാരനായ ശീമോൻ സിറേനിയൻ എന്ന സ്ഥലത്ത് നിന്ന്. ഇതിന്റെ കുറച്ച് ജോഗ്രഫിക്കൽ ഭാഗങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ ജോഗ്രഫിക്കൽ ഭാഗങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അത്രയും കുറച്ച് ഭാഗങ്ങളെ വിട്ടത്. അപ്പോ യേശുക്രിസ്തു കഫർന്നഹൂമില് ഒരുപാട് നാൾ താമസിച്ചു. ഈ കഫർന്നഹൂമില് ഒരുപാട് നാൾ ഈ കഫർന്നഹൂമില് യേശുക്രിസ്തു താമസിക്കാനുണ്ടായ കാരണം ഞാനിപ്പോൾ പറയുന്നില്ല. എനിക്ക് തോന്നുന്നേ അത് നമ്മുടെ ക്ലാസ്സിൽ വരുന്നുണ്ടെന്നാ തോന്നുന്നേ. കഫർന്നഹൂമിലല്ലായിരുന്നു പത്രോസിന്റെ വീട്? പത്രോസിന്റെ വീട്ടിലല്ലായിരുന്നു? പത്രോസിന്റെ വീട് കഫർന്നഹൂമിലായിരുന്നു. പത്രോസിന്റെ വീട്ടിൽ വന്ന് താമസിക്കാനുള്ള കാരണം ഞാൻ ഒരിക്കൽ എനിക്ക് തോന്നുന്ന തുടക്കത്തിൽ പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? യേശുക്രിസ്തു അവിടെ നസ്രയത്തിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ നിന്ന് ആളുകൾ തള്ളിയിട്ട് കൊല്ലുവാനായിട്ട് തുടങ്ങിയപ്പോൾ കർത്താവും കുടുംബമായി തന്നെ ഇങ്ങോട്ട് പോരുകയാണ്. അവിടെ വന്നിട്ട് മറ്റൊരു സ്ഥലത്തൊരു വീടെടുത്ത് കുടുംബത്തെ താമസിപ്പിച്ചിട്ട് യേശുക്രിസ്തു പത്രോസിന്റെ വീട്ടിലാണ് താമസിച്ചത്. അപ്പോ ഈ കഫർന്നഹൂമിലെ യഹൂദന്മാർക്ക് അവർക്ക് സിനഗോഗ് ഉണ്ടായിരുന്നല്ലോ. അവർക്ക് ഓരോ സ്ഥലങ്ങളിലും സിനഗോഗിലായിരുന്നു അവർ കൂടിയിരുന്നത്. പിന്നീട് പെരുന്നാളുകൾക്കായിരുന്നു യെരുശലേമിലേക്ക്, അവർ പ്രധാനപ്പെട്ട പെരുന്നാളുകൾക്ക് വേണ്ടിയായിരുന്നു യെരുശലേമിലേക്ക് അവർ വന്നിരുന്നത്. അപ്പൊ ഈ കഫർന്നഹൂമിലെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സിനഗോഗ് പണിയാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അപ്പോ അവിടെ ആരാ ഒരു സിനഗോഗ് പണിതു കൊടുത്തതെന്നറിയോ? ഈ റോമൻ സെഞ്ചൂറിയൻ, ഒരു ശതാധിപനാണ് അവർക്ക് സിനഗോഗ് പണിതു കൊടുത്തത്. ഈ കഫർന്നഹൂമിൽ ഒരു സിനഗോഗ് പണിതു കൊടുത്തത്. അപ്പോ അവിടെ നിന്ന് കർത്താവ് വചനം പ്രസംഗിക്കുക മാത്രമല്ല ഈ കഫർന്നഹൂമിൽ ചെയ്തത്, വളരെ അത്ഭുതങ്ങൾ ചെയ്തു. രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, ആളുകളുമായി സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. ഇങ്ങനെയുള്ള മിനിസ്ട്രി കർത്താവ് ചെയ്തിരുന്നു. അപ്പൊ ഇതൊക്കെ എല്ലാ ആളുകളെ ആകർഷിക്കുമായിരുന്നു. അപ്പൊ വളരെ അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും കഫർന്നഹൂമിൽ കർത്താവ് വളരെ മിനിസ്ട്രി അവിടെ ചെയ്തിരുന്നു. എന്നിട്ട് ഈ കഫർന്നഹൂമിനെ കുറിച്ച് കർത്താവ് പറയാണ്, നീയോ കഫർന്നഹൂമേ, നീ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളം വരെ താണുപോകും. നിന്നിൽ ചെയ്ത വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും ചെയ്തിരുന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെട്ടേനെ എന്ന് മത്തായിയുടെ സുവിശേഷം 11:23 നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 11:23. എന്നിട്ട് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തു താമസിച്ച സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ഈ പിന്നീട് വന്ന ഈ ആർക്കിയോളജിസ്റ്റുകളല്ലേ ഇതൊക്കെ തെരഞ്ഞു കണ്ടുപിടിക്കുന്നത്. അവര് ഈ സ്ഥലം അന്വേഷിച്ചിട്ട് കാണാനില്ല. എന്താണ് സംഭവിച്ചത്? അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. വലിയ ഭൂകമ്പം ഉണ്ടായിട്ട് ഈ കഫർന്നഹൂം എന്ന് പറയുന്ന ഈ പട്ടണം തന്നെ മണ്ണ് വന്ന് ഇടിഞ്ഞ് ആ മണ്ണിന് അടിയിലേക്ക് താന്നുപോയി.
കർത്താവ് പറഞ്ഞത് പാതാളം വരെ താണു പോകുമെന്നാണ് പറഞ്ഞത്. ആ മണ്ണിനടിയിലേക്ക് താന്നു പോയിട്ട് ഇവർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പിന്നീട് വളരെയധികം ഈ മണ്ണൊക്കെ മാറ്റി പുറത്തു കൊണ്ടുവന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ്. പിന്നീട് ഈ കബർനഹൂം എന്ന പട്ടണത്തെ കണ്ടുപിടിക്കാൻ കഴിയുകയും അവിടെ കർത്താവ് താമസിച്ച വീടും കർത്താവിന്റെ പേരും അഡ്രസ്സും എല്ലാം അവിടെ പിന്നീട് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞു. ഈ യഹൂദന്മാരുടെ ഒരു പ്രത്യേകതയാണെന്നാ പറയുന്നേ, അവർ താമസിക്കുന്ന വീടിന് മുന്നില് അവിടെ ആരെല്ലാം താമസിക്കുന്നുണ്ടോ, എത്ര പേര് താമസിക്കുന്നുണ്ടോ അവരുടെ എല്ലാം പേരുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോ ഈ പത്രോസിന്റെ വീട്ടില് കർത്താവ് താമസിക്കുമ്പോൾ കർത്താവിന്റെ പേരും ആ വീട്ടിൽ താമസിച്ചിരുന്നവരുടെ പേരുകളിൽ കർത്താവിന്റെ പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഈ വീടും കബർനഹൂമോ എന്ന സ്ഥലവും എല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഇടയായി തീർന്നു. കോരസിന്റെയും ബേത്സയിദയുടെയും അടുത്താണ് ഈ സ്ഥലങ്ങൾ എന്ന് കണ്ടുപിടിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്രയേറെ അന്വേഷണം ഇവർക്ക് വേണ്ടി വന്നു. ഇവിടെയൊക്കെയാണ് കർത്താവിന്റെ പ്രധാന ശുശ്രൂഷകൾ. ഗലീലയിലും കഫർന്നഹൂമിലും ഒക്കെയാണ് കർത്താവ് പ്രധാന ശുശ്രൂഷകൾ ചെയ്തത്. അപ്പോ പിന്നീട് കർത്താവിന്റെ ശുശ്രൂഷ നാം കാണുന്നത്, മിനിസ്ട്രി നാം കാണുന്നത് യെരുശലേം ദേവാലയത്തില് ശുദ്ധീകരിച്ചതിന് ശേഷം ബെഥാനിയിലാണ് കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ ബെഥാനിയ നമുക്ക് സുപരിചിത. ആരാ? ലാസറിന്റെ വീട്. ബെഥാനിയ ലാസറിന്റെ വീട്. അപ്പോ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ധനികനായ ഒരു ശീമോൻ എന്ന മനുഷ്യനുണ്ടായിരുന്നു ഈ ബെഥാനിയില്. വളരെ ധനികനായിരുന്നു ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന് പരിമള തൈലത്തിന്റെ ബിസിനസ് ആയിരുന്നു. ഈ ശീമോന് പരിമള തൈലത്തിന്റെ ബിസിനസ് ആയിരുന്നു. അതുകൂടാതെ ഈ ജാർ ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ മാർത്ത എന്നാണ് നമ്മൾ അറിവ് കിട്ടിയിരിക്കുന്നത്. ഈ ധനികനായ ശീമോന്റെ ഭാര്യയാണ് മാർത്ത. മാർത്തയുടെ ഇളയ സഹോദരിയാണ് മറിയ. ഒരു കൊച്ചു സഹോദരി, മാർത്തയെക്കാളും ഇളയ ഒരു സഹോദരിയാണ് മറിയ. ഇവരുടെ സഹോദരനായിരുന്നു ലാസർ. അപ്പോ ഈ ശീമോൻ എന്ന് പറയുന്ന മനുഷ്യന് ഒരു കുഷ്ഠരോഗിയായിരുന്നു എന്ന് പറയുന്നത്. ഈ കുഷ്ഠരോഗത്തെ കർത്താവ് സൗഖ്യമാക്കി. അതാണ് ഇവര് തമ്മില് ഉണ്ടാകാനുള്ള ഇത്രയേറെ ഈ ഭവനവുമായിട്ട് കർത്താവിനുണ്ടായിരുന്ന ബന്ധത്തിന് കാരണമായി തീർന്നത് അതാണെന്നാണ് പറയുന്നത്. അതായത് ശീമോന്റെ കുഷ്ഠരോഗത്തെ കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ പിന്നീട് വളരെ ധനികനുമായിരുന്നു ഈ കുടുംബം. പിന്നീട് കർത്താവിന് ഈ ഭവനവുമായിട്ട് വലിയൊരു അടുപ്പമായിരുന്നു. സാധാരണ അന്ന് കുഷ്ഠരോഗമുള്ള ഭവനത്തിൽ നിന്ന് ആരും വിവാഹം കഴിക്കില്ല. അങ്ങനെയാണ് ഈ മറിയയുടെയും ലാസറിന്റെയും വിവാഹം നടന്നിരുന്നില്ല. കുഷ്ഠരോഗമുള്ള ഈ ശീമോന് കാര്യം കുഷ്ഠരോഗം മാറിയെങ്കിലും കുഷ്ഠരോഗം ഉണ്ടായ ഭവനത്തിൽ നിന്ന് ആരും വിവാഹം കഴിക്കാത്തത് കൊണ്ട് ഇവർ രണ്ടുപേരും, ലാസറും മറിയയും, പിന്നീട് വിവാഹം കഴിക്കാത്തവരായി തന്നെ ജീവിക്കുകയാണ് ചെയ്തത്. യേശു യെരുശലേമിൽ വരുന്ന സമയത്തല്ല ഇവരുടെ വീട്ടിലാണ് വിശ്രമിച്ചിരുന്നത്. യേശു യെരുശലേമിൽ കൂടി കടന്നു പോകുമ്പോഴും ഇവരുടെ ഭവനത്തിലാണ് വിശ്രമിച്ചിരുന്നത്. ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മുടെ അബുസാറും ഷീനാന്റിയുടെ ഒക്കെ ഭവനത്തില് കേരളത്തിൽ നിന്ന്, കേരളം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ആര് വന്നാലും അവിടെ വന്ന് പോകുന്നുണ്ട് ദേവദാസന്മാരൊക്കെ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്ന് പറഞ്ഞ പോലെ കർത്താവ് ആ നാട്ടിൽ കൂടി പോകുമ്പോ ഈ ബഥാനിയിലെ ശീമോന്റെ വീട്ടില് അല്ലെങ്കിൽ ലാസറിന്റെ ഭവനത്തിൽ വന്ന് താമസിച്ചിരുന്നു. പക്ഷെ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും, കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളും നമുക്ക് വചനത്തിൽ വായിക്കുവാനായിട്ട് കഴിയുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഈ മർക്കോസിന്റെ ഭവനവുമായിട്ട് കർത്താവിന് നല്ല ബന്ധമായിരുന്നു. ഈ മർക്കോസും വളരെ ധനികനായിരുന്നു. അപ്പൊ ധനികരായിട്ടുള്ള ആളുകളായിട്ടൊക്കെ കർത്താവിന് ബന്ധമുണ്ടായിരുന്നു. കർത്താവ്
എല്ലാവരുമായിട്ട് ഇങ്ങനെ സാമ്പത്തിക സ്ഥിതി ഒന്നും നോക്കാതെ തന്നെ എല്ലാവിധ ജനങ്ങളുമായിട്ടും കർത്താവ് ബന്ധപ്പെട്ടിരുന്നു. ഈ പുരോഹിതന്മാർക്കൊക്കെ വളരെ എതിർപ്പായിരുന്നല്ലോ കർത്താവിനോട്. കാരണം യെരുശലേം ദേവാലയത്തില് അവർ വിൽക്കുന്ന ആടുകളെയും മേശകളെയും എല്ലാം മറിച്ചിട്ട് അതെല്ലാം എല്ലാവരെയും ഓടിക്കുകയല്ല, ഇത് കർത്താവ് അവിടെ ദേവാലയം ശുദ്ധീകരിച്ചു. ഇതെന്റെ പ്രാർത്ഥനാലയം കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇവർക്ക് വളരെ എന്നാ പറയണേ സമ്പത്തുണ്ടാക്കുന്ന പലവിധമായ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവർ വിൽക്കുവാനായിട്ട് യാഗം കഴിക്കുവാനായിട്ട് ആളുകൾ കൊണ്ടുവരുന്ന മൃഗങ്ങളെ ഇവർ അശുദ്ധമാണെന്ന് പറഞ്ഞ്, ഈ പുരോഹിതന്മാര് അശുദ്ധമാണെന്ന് പറഞ്ഞ് തള്ളി ഇവരുടെ ബിസിനസ്സിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മൃഗങ്ങളെ ആളുകൾ വാങ്ങിച്ച് അവിടെ യാഗം കഴിച്ചിരുന്നു. ഇങ്ങനെയുള്ള വലിയ വരുമാനങ്ങളെല്ലാം കർത്താവ് മുഖാന്തരം ഇല്ലാതായി തീർന്നു. അതിന്റെ പേരില് ഇവർക്ക് കർത്താവിനോട് വലിയ വൈരാഗ്യമായിരുന്നു. അതുപോലെ പരീശന്മാര്, സാധുക്യര്, ഇവരൊക്കെ കർത്താവിന് എതിരായിരുന്നു. ഈ പുരോഹിതവർഗത്തിന്റെ വരുമാനം തടഞ്ഞതാണ് മെയിൻ ആയിട്ടുള്ള ഒരു എതിർപ്പ്. അത് മുഖാന്തരം റോമാക്കാരുടെയും വരുമാനം കുറഞ്ഞു. റോമാക്കാരും വന്ന്, റോമൻ ഭരണാധികാരികളും ഈ യെരുശലേമിലൊക്കെ പെരുന്നാളുകൾ നടക്കുമ്പോൾ അവർ മുന്നേ വന്ന് താമസം തുടങ്ങും എന്ന് പറയുന്ന അവിടെ. കാരണം അതിന്റെ ഒരു വീതം അവർക്കും കിട്ടിയിരുന്നു. അപ്പൊ അവരുടെ എല്ലാം വരുമാനം കുറഞ്ഞത് മൂലം കർത്താവിനോട് ഇവർക്ക് വളരെയധികം ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾക്ക് പഠിക്കാനുള്ളത് കർത്താവിന്റെ മിനിസ്ട്രി എന്ന് പറയുന്നത്, കർത്താവ് പിന്നെ ശിഷ്യന്മാരെയും കൂട്ടിയിട്ട് യഹൂദയിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് കർത്താവ് ശിഷ്യന്മാരെയും കൂട്ടി യഹൂദയിലേക്ക് പോയി. അപ്പൊ യഹൂദയിൽ വെച്ചിട്ട് ചെറിയ ചെറിയ പ്രസംഗങ്ങളൊക്കെ തുടങ്ങുകയാണ്. അപ്പൊ യോഹന്നാന്റെ ശുശ്രൂഷയുടെ കണ്ടിന്യൂഷൻ ആണ് യേശുവിന്റെ പ്രസംഗം. അപ്പൊ യോഹന്നാൻ പറയുന്നുണ്ടല്ലോ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണമെന്ന്. പ്രസംഗിക്കുകയാണ്. അപ്പൊ യോഹന്നാന്റെ മാനസാന്തര പ്രസംഗം എന്ന് പറയുന്നത് പാപ വഴികളെ വിട്ടുതിരിഞ്ഞ് മനുഷ്യനുമായി നിരപ്പ് പ്രാപിക്കുക നിരപ്പാകുക എന്നുള്ളതാണ്. മലാഖി 4:6 വെച്ചിട്ട് നോക്കുമ്പോ പാപ വഴികളെ വിട്ടുതിരിഞ്ഞ് മനുഷ്യനുമായി നിരപ്പാകുക എന്നുള്ളതാണ്. അപ്പൊ ഈ മാനസാന്തരം എന്താണെന്ന് ഒരിക്കൽ ഞാൻ ഹീബ്രോ പഠിപ്പിച്ചപ്പോ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കിടക്കുന്നത്. തെഷുവ എന്നാണ് ഹീബ്രു വാക്ക്. മാനസാന്തരത്തിന്റെ ഹീബ്രു വാക്ക് തെഷു. നമുക്കറിയാലോ, ഹീബ്രു എഴുതാൻ അറിയാലോ. ഹീബ്രു നമ്മൾ പഠിച്ചതായതുകൊണ്ട് അറിയാം. തെഷു ഹീബ്രുവിൽ എഴുതണ്ട, മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി. തെഷു എന്നാണ് മാനസാന്തരത്തിന്റെ ഹീബ്രു വാക്ക് വരുന്നത്. അപ്പൊ ഈ മാനസാന്തരത്തിൽ 3 പ്രവർത്തികളുണ്ട്. 3 പ്രവർത്തികൾ മാനസാന്തരത്തിൽ നടന്നിരിക്കണം. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന പാപ സ്വഭാവം. നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന പാപ സ്വഭാവം ഇനി മേലിൽ ഇത് ഞാൻ ചെയ്യുകയില്ല എന്നുള്ള തീരുമാനത്തോടുകൂടി അതിനെ തീർത്ത് ഉപേക്ഷിച്ച് കളയണം. നമ്മുടെ ജീവിതത്തില് ഒരു പാപ സ്വഭാവം വെളിപ്പെട്ടു വരുമ്പോൾ ഞാൻ ഇനി ഇത് ചെയ്യുകയില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തോടുകൂടി അതിനെ തീർത്ത് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് തീയിടുക എന്നാണ് പറയുന്നത്. ആ പാപ സ്വഭാവത്തെ അതിന് കത്തിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എടുക്കാൻ കഴിയില്ലല്ലോ, വീണ്ടും ആ പാപത്തെ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. അപ്പോ അതിനെ തീർത്ത് ഉപേക്ഷിച്ച് കളയുക. പിന്നെ അതിലേക്ക് നാം തിരിഞ്ഞു നോക്കരുത്. എന്നിട്ട് പിന്നെ എന്താ ചെയ്യണേ? ഇതിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം നമ്മൾ. രണ്ടാമത്തെ പോയിന്റ്, അവിടെ നിന്ന് ഓടുക.
ഒന്നാമത്തത് തീയിടുക, രണ്ടാമത്തത് ഓടുക. തീയിട്ട് അതിനെ നശിപ്പിച്ച് കളഞ്ഞിട്ട് അവിടെ നിന്ന് ഓടണം. ഓടിയിട്ട് തിരിഞ്ഞു നോക്കരുത്, വിളിച്ചു പറയണം. മൂന്നാമതായി ഞാൻ ചെയ്യേണ്ടത് വിളിച്ചു പറയണം. എന്താണ്? ഞാൻ ഇനി ഇതിലേക്ക് തിരിച്ചു വരത്തില്ല, ഈ പാപത്തിലേക്ക് ഞാൻ തിരിച്ചു വരത്തില്ല എന്നുള്ള ആ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് ശരിയായ ഒരു മാനസാന്തരത്തിന് നമ്മൾ ഉടമയാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പാപ സ്വഭാവം കടന്നു വന്നു കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ച് കളയുക, അല്ലെങ്കിൽ തീയിട്ട് നശിപ്പിച്ച് കളയുക. എന്നിട്ട് അവിടെ നിന്ന് ഓടണം. ഓടിയിട്ട് വിളിച്ചു പറയണം, എന്ത്? ഞാൻ ഇനി ഇതിലേക്ക് തിരിച്ചു വരത്തില്ല, ഈ പാപ സ്വഭാവത്തിലേക്ക് ഞാൻ ഇനി വരത്തില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നമ്മൾ ജീവിക്കുന്നതാകുമ്പോഴാണ് ശരിയായ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ മാനസാന്തരം ഇല്ലാതെ നമ്മൾ വിശ്വസിച്ചത് കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. നമുക്ക് മാനസാന്തരം വേണം. ഈ മാനസാന്തരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് മാനസാന്തരവും സ്നാനവും. ഞാൻ പറയുന്നത് ആരും വിവാദമായിട്ട് എടുക്കരുതേ. മാനസാന്തരം അതായത് പരിച്ഛേദന. പരിച്ഛേദന നമ്മൾ സാധാരണയായി പറയും, നമുക്ക് എന്തിനാ പരിച്ഛേദന? യഹൂദന്മാർക്കല്ലേ പരിച്ഛേദന എന്ന് പറയും. നമുക്കും പരിച്ഛേദനയുണ്ട്, അറിയാലോ അല്ലേ? ഇല്ലേ എൽദോസച്ചായ? സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ അത് പറയുന്നുണ്ട്. ഹൃദയത്തിലും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരായുള്ളവർ. ഹൃദയ പരിച്ഛേദന. ആ ഹൃദയ പരിച്ഛേദനയോട് കൂടി ആയിരിക്കണം നമ്മൾ ക്രിസ്ത്യാനികളാകുന്നത്. നമ്മൾ ശരിയായ ക്രിസ്ത്യാനിയാകുന്നത് ഈ ഹൃദയ പരിച്ഛേദനയും പിന്നെ എന്താ അതോടൊപ്പം തന്നെ സ്നാനവും. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നില്ലേ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാ, പരിച്ഛേദനയും കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും സ്നാനവും. ഇത് രണ്ടും ഒരുമിച്ചാ നടക്കുന്നത്. ഒരുമിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ പരിച്ഛേദന കഴിഞ്ഞവര് ഉടനെ തന്നെ സ്നാനപ്പെട്ടിരിക്കും. ഇല്ലേ? ശരിയല്ലേ? അതെ. അങ്ങനെയാണ് സാധാരണ ബൈബിൾ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നത്. ഇത് രണ്ടുമാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ആ പരിച്ഛേദനയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ എന്ന് പറയുന്ന നല്ല ഹയർ സ്റ്റഡി ഉണ്ട് ഇതിനകത്ത്. ഹയർ സ്റ്റഡി ആയിട്ട് പഠിക്കേണ്ട സംഭവങ്ങളാ. യേശുക്രിസ്തുവിന്റെ ശരീരം ഛേദിക്കപ്പെട്ട അവസ്ഥയും പിന്നീട് യേശുക്രിസ്തു ആ ശരീരം കട്ട് ഓഫ് ഛേദിക്കപ്പെടുന്നത്, പരിച്ഛേദന ഫുള്ള്, ആ ജഡശരീരം ഛേദിക്കപ്പെട്ടിട്ട് പിന്നെ കർത്താവിനെ എന്ത് ചെയ്യണേ? പിന്നെ അടക്കം ചെയ്തിട്ട് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ സ്നാനം എന്ന് പറയുന്നതും. ഇത് തന്നെ, മരിച്ചു, കർത്താവിനോടുകൂടെ നമ്മൾ മരിച്ചു. നമ്മുടെ ജഡശരീരം, ആ പഴയ മനുഷ്യൻ ഛേദിക്കപ്പെട്ടു, പഴയ മനുഷ്യൻ ഇല്ലാതായിട്ട് യേശുവിനോട് കൂടെ നമ്മൾ അടക്കം ചെയ്തിട്ട് പിന്നീട് യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത്. അതാണ് ശരിയായ ഒരു ക്രിസ്ത്യാനിയായി തീരുന്നതിന് ആവശ്യമായ ബേസ് എന്ന് പറയുന്നത്. പലപ്പോഴും പലരും ചെയ്യുന്നത്, നമ്മളെല്ലാവരും തന്നെ ചെയ്യുന്നത്, ഒരാള് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നാ പറയണേ, ഉപവാസം, പ്രാർത്ഥന, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സ്നാനം ഏൽപ്പിക്കാറുള്ളൂ സാധാരണയായി. പക്ഷെ പൂർണ്ണമായ ഒരു മാനസാന്തരത്തോടു കൂടി ആ സ്നാനവും ഏൽക്കാം. പക്ഷെ എല്ലാവരും മാനസാന്തരപ്പെടുന്നത് വ്യക്തമായ വ്യക്തമായ അറിവോട് കൂടിയായിരിക്കണം ഇത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ നമ്മൾ എന്തിനെ കുറിച്ച് മാനസാന്തരത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത്.
അതുപോലെ തന്നെ നമ്മൾ വിശ്വസിച്ച് ചോ ചോദിക്കുന്നത്, അതായത് ദൈവഭക്തനായി ജീവിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വേഗത്തിൽ വേറൊരാള് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ലഭിച്ചെന്നിരിക്കാം, ഇല്ലേ? സാധാരണ ഇപ്പൊ ഇങ്ങനെ പറയും, ഒരു ലോകരായ മനുഷ്യൻ, അതായത് ദൈവഭക്തനല്ലാത്ത ഒരു മനുഷ്യൻ ചോദിക്കുമ്പോൾ പല പ്രാർത്ഥനാ വിഷയങ്ങളും അവർ ചോദിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മറുപടി കിട്ടിയെന്നിരിക്കും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മറുപടി കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നേ? നമുക്ക് വിഷമാവും, അല്ലേ? നിരാശ വരും. പക്ഷേ ഇവർക്ക് എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഇങ്ങനെ ദൈവത്തോട് ചോദിക്കുമ്പോ അവർക്ക് നീ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യ് എന്ന് പറഞ്ഞ് കർത്താവ് അവർക്കങ്ങ് കൊടുക്കും. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ കർത്താവ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ ചോദിക്കുമ്പോൾ നമ്മെ ഒന്ന് ശോധന ചെയ്യും. ഇതിന് എത്രമാത്രം നമ്മൾ ആ ഒരു പക്വതയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നമ്മുടെ അപ്പൻ മക്കൾക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കളാണെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം അതിനെ ഉപയോഗിക്കാൻ പക്വതയുണ്ടെന്ന് കണ്ടുകൊണ്ടാണല്ലോ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മെ ഒന്ന് ചിലപ്പോ ദൈവം ശോധന ചെയ്തു എന്നിരിക്കും. അപ്പോ നമുക്ക് ചിലപ്പോ നമ്മുടെ സമയത്തിനായിരിക്കില്ല, കർത്താവിന്റെ സമയത്തിനായിരിക്കും നമുക്ക് ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടുന്നത്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോ നമ്മൾ ഇസ്രായേൽ ദേശത്തിന്റെ വടക്ക് ഭാഗമായ പിന്നാക്കം നിൽക്കുന്ന ദേശത്താണ് കർത്താവ് കൂടുതൽ പ്രസംഗിച്ചത്. അപ്പൊ അവിടെ അത്ഭുതം കാണാനും അപ്പം തിന്നാനും, അപ്പൊ നമ്മുടെ ഈ പ്രാർത്ഥനയോട് അനുബന്ധിച്ച് തന്നെ വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ അത്ഭുതം കാണാനും അപ്പം തിന്നാനുമായിട്ട് ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്, അല്ലേ? അങ്ങനെ വളരെയധികം ആളുകള് ഇതിനു വേണ്ടി മാത്രമായിട്ട് കൂടിയവരുണ്ട്. പക്ഷെ അവർ മാനസാന്തരപ്പെട്ടിട്ടില്ല. അവർക്ക് വിശ്വാസമുണ്ടെങ്കിലും അവർ മാനസാന്തരപ്പെട്ടിട്ടില്ല. 3 വർഷം കർത്താവ് അവിടെ പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. 3 വർഷം അവിടെ കർത്താവ് പ്രസംഗിച്ച് മടുത്തു. അപ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലുള്ള കാര്യം കർത്താവ് പറയുന്നത്. ബേത്സയിദേ നിനക്ക് അയ്യോ കഷ്ടം, കവർണ്ണവുമേ നിനക്ക് അയ്യോ കഷ്ടം, കോരസീനെ നിനക്ക് അയ്യോ കഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ എന്നേ മാനസാന്തരപ്പെടുമായിരുന്നു എന്ന്. അവരൊന്നും മാനസാന്തരപ്പെട്ടിട്ടല്ല കർത്താവിന്റെ ഈ പ്രസംഗം കേൾക്കുവാനായിട്ട് കടന്നു വന്നത്. അവര് അപ്പം തിന്നുവാനും കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ, എന്തെങ്കിലും ഭൗതിക നന്മകൾ ലഭിക്കുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ കർത്താവിന്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് കടന്നു വന്നത്. ഈ 3 വർഷം കർത്താവ് പ്രസംഗിച്ച് മടുത്തു കഴിഞ്ഞപ്പോഴാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്. അപ്പോ ഇന്നാണെങ്കിലും കർത്താവിന്റെ ഈ പലരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകള്, ദൈവസഭയിലേക്ക് കടന്നു വരുന്ന ആളുകള് വ്യക്തമായി കർത്താവിനെ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തിട്ടല്ല ഇന്ന് പലരും ദൈവസഭയിൽ കൂടുന്നത്. അവർക്ക് ആഗ്രഹിക്കുന്ന തലത്തിലേക്കുള്ള കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ അവർ വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ കർത്താവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ എന്താ പറയണ, പൗലോസ് പറയുന്ന പോലെ കർത്താവിനെ വ്യക്തമായി നമ്മളൊന്ന് മനസ്സിലാക്കിയില്ല എങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ പലവിധമായ പാപങ്ങളും നമ്മെ വന്ന് വിളിക്കുമ്പോൾ നാം തിരിച്ച് ആ ഒരു പഴയ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് ഈ പൗലോസ് പറയുന്നില്ലേ, എനിക്ക് തിന്മ ചെയ്യുവാൻ ഇഷ്ടമുണ്ടായിട്ടല്ല ചെയ്യുന്നത്, നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിലും തിന്മ എത്ര എന്നിൽ നിന്ന് വരുന്നത്. അപ്പൊ
അതെങ്ങനെ നമുക്ക് ജയിക്കാവുന്നത്? കർത്താവ് ക്രൂശില് പിശാചിന്റെ സകലവിധ ആയുധവർഗം വെപ്പിച്ചിട്ട് ജയോത്സവം കൊണ്ടാടി, അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയിട്ട് പരസ്യമായ കാഴ്ചയാക്കി തീർത്തു. അപ്പോ ഈ എന്നിട്ട് പിശാചി നമ്മളോട് പോരാടാൻ വരുന്നില്ലേ? കർത്താവ് അവന്റെ ആയുധവർഗം മുഴുവൻ വെപ്പിച്ചതാ, എന്നിട്ടും പിശാചി നമ്മോട് പോരാടാൻ വരുന്നുണ്ട്. അപ്പൊ നാം എന്താ ചെയ്യണ്ടേന്ന് അറിയാമോ? അവനോട് പറയുക, നിന്റെ ആയുധവർഗം മുഴുവനും കർത്താവ് ക്രൂശില് പരാജയപ്പെടുത്തി. ഇനി നീ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുകൊണ്ട് എന്റെ അടുക്കലേക്ക് വന്നാൽ നിനക്ക് രക്ഷയില്ല. നീ വെറുതെ നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയുധം എടുത്തുകൊണ്ട് എന്റെ അടുക്കിലേക്ക് നീ വരണ്ട. കർത്താവ് നിന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയതാണ്, നിന്നെ പരസ്യമായ കാഴ്ചയാക്കി വെച്ചിരിക്കുന്നതാണ് എന്ന് പിശാചിനോട് പറയാനുള്ള ഒരു ധൈര്യവും വിശ്വാസവും നമ്മിൽ വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ജയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ എനിക്കിതിനെ കുറിച്ച് ആഴമായി ഒന്ന് എല്ലാവരോടും പറഞ്ഞു തന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അത് ആ കൊലോസ്യ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ശരിയായ ആഴം നിങ്ങൾക്ക് മനസ്സിലാകില്ല. കാരണം അത്രയേറെ അതിനകത്ത് ആഴമായി നമുക്ക് പഠിക്കാനുള്ളത്. അതൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് എന്താണ് ഈ സ്നാനം എന്നും എന്താണ് ഈ ക്രിസ്തീയ ജീവിതം എന്നും നമ്മൾ എങ്ങനെയാണ് വിജയിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ. അത് ആഴമായ ഒരു പഠനം. നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു അവസരം കർത്താവ് തരികയാണെങ്കിൽ നമുക്കത് വിശദമായിട്ടൊന്ന് പഠിക്കാം. അതിനകത്തുള്ള ആ ഓരോ വാക്യത്തിന്റെയും അർത്ഥങ്ങൾ മനസ്സിലാകുമ്പോഴാണ് നമുക്ക് എന്താണ് ക്രിസ്തീയ ജീവിതം എന്ന് മനസ്സിലാവുള്ളൂ. വളരെ ആഴമായ ഒരു പഠനം അത്. നമ്മൾ ഇങ്ങനെയൊന്നും അല്ല ക്രിസ്തീയ ജീവിതം ജീവിക്കേണ്ടത്. അത്രയേറെ കർത്താവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകണം. ആ ഒരു വിശ്വാസം, ആ സ്നാനത്തെ കുറിച്ചൊക്കെ ഇന്ന് ഒരു സ്ഥലത്തും തന്നെ ഇതുപോലെ ഒരു ക്ലാസ് സ്നാനത്തെ കുറിച്ച് വ്യക്തമായൊരു ക്ലാസ് കൊടുത്ത് ജനത്തെ മനസ്സിലാക്കി കൊടുക്കുന്നില്ല എന്ന് തന്നെ ഞാൻ പറയണേ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ ഇതുപോലെ സ്നാനത്തെ കുറിച്ചുള്ള വ്യക്തമായ ക്ലാസ്. ഞാൻ ആദ്യം പറഞ്ഞ വാക്യം വെച്ച് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയിൽ ആ വാക്യം എടുത്ത് നോക്കിയാൽ അറിയാം. ആ പരിച്ഛേദനയോട് അനുബന്ധിച്ച് തന്നെ സ്നാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അത് നമ്മളൊന്ന് പഠിക്കേണ്ടത് തന്നെയാ. വലിയ കർത്താവ് അവസരം തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ലേഖനങ്ങളൊക്കെ സഹോദരിമാരെ എടുക്കുന്ന കാര്യം പറയുമ്പോ ചില പാസ്റ്റർമാർക്കൊന്നും അത്ര പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു ആന്റി. നമുക്കത് പരിഗണിക്കേണ്ടതാണ്. എന്നാന്റി? നമുക്കത് പരിഗണിക്കാവുന്നത്. അല്ല, അതൊക്കെ പാസ്റ്റർമാരെടുക്കട്ടെ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയ ഒരു വിഷയമായിരുന്നു കേട്ടോ ഈ ലേഖനങ്ങൾ. ഈ തെസ്സലോനിക്ക ലേഖനമൊക്കെ പഠിക്കുമ്പോ നമ്മള് ഏത് മാനസാന്തരപ്പെടാത്തവരും മാനസാന്തരപ്പെടും. അങ്ങനെ ഒരു ക്ലാസ്സുകളാ. എനിക്കിപ്പൊ ഇങ്ങനെ ഇടയ്ക്കിട്ട് പറഞ്ഞപ്പോ അതിനെ കുറിച്ച് പറയാൻ അത്ര വ്യക്തമായിട്ട് അങ്ങ് പറയാൻ പറ്റുന്നില്ല. അപ്പോ കർത്താവ് നമുക്ക് അവസരം തരികയാണെങ്കിൽ അതനുസരിച്ചൊക്കെ ചെയ്യാം. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്ടി. കുഴപ്പമില്ല സിസ്റ്ററെ, 9 മണി ആകാറായില്ല അവിടെ. ഓക്കെ ആന്റി, താങ്ക് യു. എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണേ. യഹൂദയിൽ നിന്ന് ശബരിയിലേക്ക് ഗലീലേക്ക് ശബരിയെ കൂടാതെ വരുന്ന വഴിയൊന്ന് ക്ലിയർ ആക്കി കിട്ടിയില്ല. മറ്റേ റോഡിന്റെ അല്ലേ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒന്ന്, യോർദാൻ താഴ്വരയിലേക്ക് വരുന്നു. 4 വലിയ റോഡുകളാണ് ഗലീലിക്കടലിന്റെ തീരത്ത് നിന്ന് ആളുകൾക്ക് കടക്കുന്നതിന് വേണ്ടി ഉണ്ടായത്. അതിന്റെ യോർദാൻ താഴ്വരയിലേക്ക് വരുന്നു ഒന്ന്.
വെസ്റ്റേൺ, ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ല കേട്ടോ. വെസ്റ്റേൺ സൈഡിലൂടെയാണ് യോർദാൻ താഴ്വരയിലേക്ക് വരുന്നത്. വെസ്റ്റേൺ സൈഡിലൂടെ യോർദാൻ താഴ്വരയിലേക്ക് വരുന്നു. അതായത് പടിഞ്ഞാറൻ താഴ്വരയിലൂടെ യോർദാൻ താഴ്വരയിലേക്ക്. പിന്നെ രണ്ടാമത്തത് പെറിയായിലേക്ക് പോയിട്ട് യെരിഹോവിലേക്ക് പോകുന്നു. പെറിയായിലേക്ക് പോയിട്ട് യെരിഹോവിലേക്ക് പോകുന്നു. 3, ഗലീലയുടെ ക്യാപിറ്റലിൽ കൂടി പോകുന്നു. ഗലീലയുടെ ക്യാപിറ്റലിൽ കൂടി പോകുന്നു. മെഡിറ്ററേനിയൻ കടലിന്റെ പ്രധാന തുറമുഖമാകുന്ന അക്കോയിലേക്ക് പോകുന്നു. അക്കോ എന്ന് പറയുമ്പോ നഖത്തിന്റെ കായ കേട്ടോ വരുന്നത്. നഖത്തിന്റെ കായാണ് വരുന്നത്. ഇംഗ്ലീഷില് ACCHO. അക്കോ. അക്കോയിലേക്ക് പോകുന്ന റോഡ്. മെഡിറ്ററേനിയൻ കടലിന്റെ പ്രധാന തുറമുഖമാകുന്ന അക്കോയിലേക്ക് പോകുന്ന റോഡ്. അടുത്തത് സെബൂലിന്റെയും നഫ്താലിയുടെയും നാട്ടിലേക്കും ശമരയിലേക്കും നസ്രത്തിലേക്കും പോകുന്ന റോഡ്. ശമരയിലേക്കും നസ്രത്തിലേക്കും പോകുന്ന റോഡ്. പിന്നെ ഹൈവേ ഉള്ളത് ഈജിപ്റ്റ് മുതൽ ഡമസ്കോസ് വരെ പോകുന്ന ഒരു ഹൈവേ ഇതിനെ കണക്ട് ചെയ്യുന്നു. ഈ റോഡുകളെ കണക്ട് ചെയ്യുന്നത് ഈജിപ്റ്റ് മുതൽ ഡമസ്കോസ് വരെ പോകുന്ന ഒരു ഹൈവേ. കിട്ടിയോ? പോലീസ് ചാനലല്ലേ ചോദിച്ചേ? അതെ, കിട്ടി. ഓക്കെ. മാം ഒരു ഗുഹയുടെ പേര് പറഞ്ഞില്ലായിരുന്നോ? അതായത് ആ വനത്തിന്റെ മൃഗങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഗുഹയുടെ പേര് പറഞ്ഞില്ലായിരുന്നു? അത് പാതാള ഗോപുരം. ഗുഹയെ അറിയപ്പെടുന്നത് പാതാള ഗോപുരം എന്ന ആ ഗുഹയിലൂടെ കടന്നു ചെല്ലുമ്പോ പാതാള ഗോപുരത്തിലേക്ക്, അതിനെ കടന്നു ചെല്ലുന്ന സ്ഥലത്തിന് പാതാള ഗോപുരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ ഗുഹയ്ക്ക് പേരൊന്നുമില്ല അപ്പൊ? അതിന് വേറെ പ്രത്യേകിച്ച് പേരില്ല. പാറയുടെ ഇടുക്കിലൂടെയുള്ള ഗുഹയാണത്. ഓക്കെ. പിന്നെ 2 സ്ഥലത്തിന്റെ ദൂരം പറഞ്ഞില്ലേ? കഫർനഹൂം കാന ദൂരം 4 മണിക്കൂർ. കാനാവിൽ നിന്ന് കഫർനഹൂമിലേക്ക് 4 കിലോമീറ്റർ കണ്ടല്ലേ പറഞ്ഞേ? 6 കിലോമീറ്റർ ആണ്. അല്ല, 4 മണിക്കൂർ. കഫർനഹൂമിൽ നിന്ന് കാന വരെ 4 മണിക്കൂർ നടത്താട്ടോ. മറ്റത് വേറെ പിന്നെ ഗലീലയിലെ കാനായിൽ നിന്ന് 1.5 മണിക്കൂർ നടക്കണം നസ്രത്തിലേക്ക്. 1.5 മണിക്കൂർ നടക്കണം നസ്രത്തിലേക്ക്.